നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ബോർഡിലേക്ക് നോക്കൂ. ഇതുണ്ട് 9,99,994, 9,99,993 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഗുണിക്കാൻ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്കിത് എളുപ്പവഴി അറിയാമെങ്കിൽ വെറും 5 സെക്കൻഡോ 10 സെക്കൻഡോ മതി. ഇല്ലെങ്കിലോ 10 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂർ വരെ വേണ്ടി വരും. നമുക്ക് മറ്റുള്ളതൊന്നും ചെയ്യാൻ സമയം കിട്ടാതെ വരും. അപ്പോൾ ഇത് ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഈ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത്രയും വലിയ സംഖ്യ ഗുണിക്കാതെ ആദ്യം ചെറിയ സംഖ്യ ഗുണിച്ച് കാണിച്ചു തരാം. അതിനുശേഷം ഇതിലേക്ക് കിടക്കാം. നമുക്ക് 98 ഇൻറ്റു 92 എന്നാന്ന് വെച്ചു. ഈ 98 ഇതിലെ ഇതുണ്ടോ, ബേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. ബേസ് 10ന്റെ ബേസ് 10⁻n, അതിന്റെ ബേസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഖ്യ 98നോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ബേസ് ഏതാണ്? 100 അല്ലേ? അപ്പൊ ഈ 100ൽ നിന്ന് 98 കുറച്ചാൽ എത്രയാണ്? ഈ 100ൽ നിന്ന് 98 കുറക്കണം, എത്രയാണ്? 2. പിന്നെ 100ൽ നിന്ന് 92 കുറച്ചാലോ? 8. ഇത്രയും അങ്ങ് എഴുതി. ഇത് മനസ്സിലായില്ലേ? ഇനിയോ, ഇനി ഇത് ക്രോസ് ചെയ്യണം. അല്ലെ 92ൽ നിന്ന് 2 കുറയ്ക്കുക ഒന്നുകിൽ, അല്ലെ 98ൽ നിന്ന് 8 കുറയ്ക്കുക. ഇത് രണ്ടും സെയിം ആണ് ആൻസർ. ഓക്കെ, 98ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 90. അല്ലെ 92ൽ നിന്ന് 2 കുറച്ചാലും 90 കിട്ടും അല്ലേ? ഇത്ര എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പോ, ഈ ബേസിന് എത്ര സീറോ ഉണ്ട്? 100 അല്ലേ? 100ന് 2 സീറോ, അപ്പൊ 2 സീറോ ഇവിടെ കിട്ടുന്നു. 2 സീറോ കിട്ടും. ഇനിയോ, ഈ 8ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യണം. 2 16. അത് ഈ കൂടത്തി കൂട്ടണം. 6 1 0 9. കണ്ടോ ആൻസർ? കണ്ടോ? ആദ്യം ഈ ബേസിൽ നിന്നും ഈ 98 കുറയ്ക്കണം, 2 കിട്ടും. 100ൽ നിന്ന് ബേസായ 100ൽ നിന്ന് 92 കുറച്ച് 8 എഴുതണം. എന്നിട്ടോ തമ്മിൽ കുറയ്ക്കണം. ഒന്നീ 98ൽ നിന്ന് 8 കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ 98ൽ നിന്ന് ഈ 2 കുറയ്ക്കുക. ഇങ്ങനെ ക്രോസേ കുറയ്ക്കാവുള്ളൂ. അത് എത്ര കിട്ടും? 90 കിട്ടും അല്ലേ? എങ്ങനെ കുറച്ചാലും 90 കിട്ടും. എന്നിട്ട് ബേസിന് എത്ര സീറോ ഉണ്ടെന്ന് നോക്കിയിട്ട് ആ സീറോ ഇവിടെ ഇടുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇവിടെ കിടക്കുന്ന 8ഉം 2ഉം തമ്മിൽ ഇൻറ്റു ചെയ്യുക. 8 2 16. അത് ആഡ് ചെയ്യുക കൂടത്തി. 6 1 0 1. ഇത്രയും ആൻസർ. ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ശരിയാണോ എന്ന്. ഇനി നമുക്ക് ഇതിലും വലിയൊരു സംഖ്യ ചെയ്ത് നോക്കാം. 997 ഇൻറ്റു 995. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ ബേസ് ഏതാന്ന് കണ്ടുപിടിക്കണം. 3 സംഖ്യ ഉള്ളതല്ലേ ഇത്? അപ്പൊ 3 പൂജ്യം ഉള്ളതാണ് ബേസ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി. ഈ 1000 ആയിരിക്കും ബേസ്. 1000ൽ നിന്ന് 997 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 1000ൽ നിന്ന് 995 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. ഇത്രയും മനസ്സിലായില്ലേ? ഇനിയോ, ഇങ്ങനെ എഴുതണം. ഇനി ക്രോസ് കുറയ്ക്കണം. 997ൽ നിന്ന് 5 കുറച്ചാൽ, അല്ലെ 995 3 കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 992 അല്ലേ? രണ്ടും ഇത് ആൻസർ അല്ലേ കിട്ടുന്നത്. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ഓർത്ത് നോക്കിയേ. നമ്മൾ ബേസിന് എത്ര സീറോ ഉണ്ടെന്ന് നോക്കണം അല്ലേ? ബേസിന് എത്ര സീറോ ഉണ്ട്? 3 0 0 0. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഇത് ഇൻറ്റു ചെയ്യുക. 3 5 3 ഇൻറ്റു 5 15 ആഡ് ചെയ്യണം അല്ലേ? ഇനിയോ, ഇത് 5 1 0 2 9 9. നിമിഷം കൊണ്ട് ഉത്തരം കണ്ടുപിടിച്ചില്ലേ? നമ്മൾ ഇതും ഇൻറ്റു ചെയ്യാൻ പോയാൽ കുറേ സമയം വേണം അല്ലേ? നമുക്ക് ഇനി ഇതിന്റെ വലുത് ഇതൊന്ന് നോക്കാം. നമുക്ക് നോക്കൂ, ഇത് ഏതിന്റെ ബേസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1 2 3 4 5 6 ഒക്കെ ഉള്ള സംഖ്യ അതല്ലേ? 9,99,994. 6 പൂജ്യം ഉള്ള ഏതാന്ന് നോക്കണം. ഏതാണ്? ഇതാണ്. ഇത് 5 പൂജ്യം ഉള്ളു. ഇതുണ്ട് 1 2 3 4 5 6 പൂജ്യം. ഇതല്ലേ ഇത്? 10 ലക്ഷം അല്ലേ? ഇതാണ് അതിന്റെ ബേസ്. അപ്പൊ ഇതിന് ഈ 10 ലക്ഷത്തിനോട് ഇത് 10 ലക്ഷത്തിൽ നിന്ന് ഇത് കുറച്ച് എത്ര വരും? 9,99,994 മൈനസ് പ്ലസ് എത്ര? 10 ലക്ഷം കിട്ടാൻ 6. ഇവിടെയോ 7 അല്ലേ? ഇതിനോട് 6 കൂട്ടിയാൽ 10 ലക്ഷം കിട്ടും. ഈ സംഖ്യയുടെ 7 കൂട്ടിയാൽ 10 ലക്ഷം കിട്ടും. ഇനി എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് 9,99,993 6 കുറച്ച് എത്രയാണ്? 9,99,987 അല്ലേ? ഇതിന്ന് ഇത് കുറച്ചേ, ഇങ്ങനെ കുറച്ചാലും ഇങ്ങനെ കുറച്ചാലും ഇത് തന്നെയല്ലേ കിട്ടുന്നേ. ഇനി ഇതിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 പൂജ്യം. 1 2 3 4 5 6.
ഇനിയോ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം. 6 × 7 42. ഇവിടെ ആഡ് ചെയ്യണം അല്ലേ? മനസ്സിലായോ? ഇനി നോക്കിയോ, 2 4 0 0 0 0 7 8 9 9 9 9 1 2 3 4 9 87 2 4 6 0 2 4 4 0 കഴിഞ്ഞ് 0 4 4 2. ഇതായിരിക്കും ആൻസർ. ഇത് നിങ്ങൾ സ്പീഡ് ചെയ്താൽ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഇൻറ്റു ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? 10 മിനിറ്റെങ്കിലും എടുക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.